ഹലോ കുഞ്ഞുങ്ങളെ, നമുക്ക് ഇനി 8ാം ക്ലാസ്സിലെ അടുത്ത ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കാം. നിങ്ങൾക്ക് കമൻസ് നിങ്ങളോട് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കമൻസ് ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും, ഡെഫിനറ്റ് ആയിട്ടും തരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് ഇടണം, അതിൻ്റെ ആൻസേഴ്സ് ഇടണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനായിട്ട് മാത്രം ഒരു ക്ലാസ് എടുക്കാം. അതിനകത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രയാസമാണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ഞാനത് ക്ലാസ് ആയിട്ട് എടുത്തു തരാം. ഒരു എപ്പിസോഡ് തന്നെ ഞാൻ എടുത്തു തരാം. പക്ഷെ നിങ്ങൾ അതൊന്ന് പറയുക, ഏതാണെന്ന് വെച്ചാൽ ഞാൻ ക്വസ്റ്റ്യൻസ് മനഃപൂർവ്വം ഇടാത്തതാണ്. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. നമ്മൾ കണക്ക് പഠിക്കുന്നത് ഒത്തിരി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ബുദ്ധി നല്ലപോലെ ഷാർപ്പ് ആവാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ മാത്സ് പഠിക്കുന്നത്. ഓക്കെ, ബൈ. നമ്മളിന്നിവിടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്, അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ്. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയാം. അന്നേരം നമുക്ക് പെട്ടെന്ന് ചാപ്റ്റേഴ്സൊക്കെ ആ ചാപ്റ്ററിൻ്റെ കണ്ടന്റ് എല്ലാം പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഗൺസ് വിത്ത് 4 സൈഡ്സ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് പോളിഗൺസ്? ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡ്സ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പോളിഗൺസ് എന്താണ്? പോളിഗൺ തന്നെ 2 വിധത്തിലുണ്ട്, കോൺകേവ് പോളിഗൺ ആൻഡ് കോൺവെക്സ് പോളിഗൺ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പോളിഗൺ എന്ന് പറയാം. പോളിഗൺ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഫിഗേഴ്സ്. ക്ലോസ്ഡ് ഫിഗേഴ്സിനെയാണ് പോളിഗൺ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ക്ലോസ്ഡ് ആണ്, ഇതെല്ലാം ക്ലോസ്ഡ്. ഇത് ക്ലോസ്ഡ് ആണ്, ഇത് ക്ലോസ്ഡ് ആണ്, ഇത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതെല്ലാം ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ്. ഇതിനെയാണ് നമ്മൾ പോളിഗൺ എന്ന് പറയുന്നത്. ക്ലോസ്ഡ് ഫിഗർ ഒന്നും തുറന്നു വെച്ചിട്ടില്ല, അതായത് ഇങ്ങനെയൊന്നും തുറന്നു വെച്ചിട്ടില്ല. ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടോ? ഇല്ല. ഇതൊരു പോളിഗൺ അല്ല. പക്ഷെ ഇതെല്ലാം പോളിഗൺസ് എന്ന് പറയും, ബിക്കോസ് ഓഫ് ക്ലോസ്ഡ് ഫിഗേഴ്സ്. പക്ഷെ ഇപ്പോൾ ഈ 3 ഫിഗറിലും ഒരു ഫിഗർ ഓഡ്മാൻ ഔട്ടാണ്. ഇതിനകത്ത് ഈ 3 എണ്ണത്തിന് 1, 2, 3 ഈ 3 ഫിഗറിൽ ഒരെണ്ണം ഓഡ്മാൻ ഔട്ടാണ്. എന്താ കാരണം? ഇതിൻ്റെ ഒരു ലൈൻ സെഗ്മെന്റ് ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്താൽ, ഒരു സൈഡ് ഏതെങ്കിലും ഈ 4 സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്താൽ ബാക്കി എല്ലാ സാധനവും, എല്ലാ സൈഡ്സിൻ്റെയും എല്ലാ ഭാഗങ്ങളും പാർട്ട് ഓഫ് ദ പോളിഗൺ അത് ഒരു സൈഡിലേക്കായിരിക്കും, ഒരൊറ്റ സൈഡിലേക്കായിരിക്കും.